ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി വേ ടു കൊമേഴ്സ്. ഇന്ന് നമ്മൾക്ക് ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ജനറൽ ടേമിൽ പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്നാൽ ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫോർ അറ്റൈനിങ് എ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആളുകളുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മറ്റ് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ആളുകളെ കൊണ്ട് കാര്യങ്ങളെല്ലാം നടത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയറക്റ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇതിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും, ഗോൾ ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ആണ്, ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോഷ്യോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഇക്കണോമിക് ഫാക്ടേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഫാക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം ആ സ്ഥാപനത്തിന് ഉണ്ടായിരിക്കും. ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഇക്കണോമിക് റിസോഴ്സസ്. അതായത് ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ചേരുന്നതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമുക്കറിയാലോ, അത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ തന്നിരിക്കുന്ന റിസോഴ്സസ് എല്ലാം കൂടി ചേരുന്നതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. അത് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ്. അതായത് എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസ് അനുസരിച്ച് ഓർഗനൈസേഷനിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഡൈനാമിക് ഇൻ നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് സിസ്റ്റം ഓഫ് അതോറിറ്റി. അവിടെ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. ആദ്യം തന്നെ നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞായിരുന്നു മാനേജ്മെൻറ്റ് മീൻസ് ദി ആക്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. ഈ അതോറിറ്റിയാണ് മറ്റുള്ള ആളുകളെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. അതുതന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ എല്ലാ രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലും അവിടെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ബിസിനസ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസാണ്, അതുപോലെ തന്നെ ഒരു ആർട്ടാണ്, കലയാണ്. സയൻസ് എന്ന് പറയാൻ കാരണം എന്താ? നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ബിസിനസ് നയിക്കുന്നത്. അപ്പോൾ അതിനായി നല്ല രീതിയിലുള്ള സ്കില്ല്, അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ളൊരു നോളജ് അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എ സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ് നടത്തുന്നത് ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു ആർട്ടാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു ആർട്ടും അതുപോലെ തന്നെ സയൻസും ആണെന്ന് പറയുന്നു. അടുത്ത് പറയുന്നത് എ പ്രൊഫഷൻ. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ആർട്ടും സയൻസും മാത്രമല്ല, ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷനാണ്. കാരണം ഇതിന് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ബോഡി ഓഫ് നോളജ്, ഇതിനകത്ത് കുറേ അധികം നോളജ് ഉണ്ടാവണം. ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? ഒരു ബിസിനസ്സിൻ്റെ ലോ പരമായിട്ടുള്ള, അതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ളതും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്കാണ് നല്ല രീതിയിലുള്ള ബിസിനസ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് പറയാം. അടുത്ത് പറയുന്നത് റിസൾട്ട് ത്രൂ അതേഴ്സ്. അർത്ഥം എന്താണ്? മറ്റുള്ളവരിൽ നിന്നുമാണ് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജേഴ്സ് അല്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അവർ മറ്റു ആളുകളെയാണ് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റിസൾട്ട് ത്രൂ അതേഴ്സ് എന്ന് പറയുന്നത്. മാനേജർക്ക് എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ദംസെൽസ് തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല.
അടുത്ത പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോഷ്യൽ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെൻറ്റിന് ഡയറക്റ്റ് ചെയ്യുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും എല്ലാം വേണം, ഒരു ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളെയും ഡയറക്റ്റ് ചെയ്യുകയെല്ലാം ചെയ്യുന്നു. ആ ഒരു സെൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ പ്രോസസ്സ് ആണെന്ന് പറയാം. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, അതായത് അൺസീൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ ആണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് അത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണെന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് മാനേജ്മെൻറ്റിന് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റിന്, അതായത് ഒരു ആളെ പോലെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് കാരണം. അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതായത് മെയിനായിട്ടും 3 ലെവലിൽ മാനേജ്മെൻ്റ് ആണുള്ളത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. നമ്മൾ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, എല്ലാ രീതിയിലുള്ള മെയിൻ കാര്യങ്ങളെല്ലാം ഡിസിഷൻസ് എല്ലാം ടേക്ക് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. അതായത് എല്ലാ ബോർഡ് ഓഫ് മെമ്പേഴ്സ് അതിനകത്തുണ്ടാവും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO, അതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അവരാണ് മെയിനായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു, പോളിസീസ്, പ്ലാൻസ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അതുപോലെ ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. ഈ പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആക്ടിവിറ്റീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത ലെവലാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തൊട്ട് താഴെയുള്ള ലെവലാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ഇതിനകത്ത് ഉൾപ്പെടുന്നത് മറ്റ് ബ്രാഞ്ചുകളെല്ലാം ആണ്. അതായത് ബ്രാഞ്ച് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാകാം, സെയിൽസ് മാനേജർ ഉണ്ടാകാം, ഫിനാൻസ് മാനേജർ ഉണ്ടാകാം. അങ്ങനെയുള്ള മാനേജേഴ്സിൻ്റെ എല്ലാം സെക്ഷനാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ അവരെന്തായിരിക്കും, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ടോപ്പ് മാനേജ്മെൻറ്റ് തരുന്ന അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ടോപ്പ് മാനേജേഴ്സിനായിരിക്കും. അതുപോലെ ടോപ്പ് മാനേജേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അനുസരിക്കുക എന്നുള്ള ഒരു ചുമതല കൂടി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓരോ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റാന്ന് പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ, ഇതിപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറാണെന്നിരിക്കട്ടെ, അത് മിഡിൽ ലെവലിൽ വരുമല്ലോ. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നടത്തുന്നതും അതുപോലെ തന്നെ ആ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം മിഡിൽ ലെവൽ മാനേജേഴ്സിനായിരിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ അവർക്ക് ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ലീഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, എക്സ്പീരിയൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും ആരായിരിക്കും? ഈ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അടുത്തത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിനകത്ത് ഉൾപ്പെടുന്നത് സൂപ്പർവൈസേഴ്സ്, അക്കൗണ്ട് ഓഫീസേഴ്സ്, ഫോർമാൻ, സെയിൽസ് ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ 3 ലെവലിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ലെവലിനാണ് നമ്മൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടോപ്പ് ലെവലാണ്, അതിനകത്ത് ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഉൾപ്പെടുന്നു. സെക്കൻഡ് മിഡിൽ ലെവലാണ്, അതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് ഉൾപ്പെടുന്നു. ഇനി അടുത്ത ലോവർ ലെവൽ, അതിനകത്താണ് സൂപ്പർവൈസേഴ്സ് എല്ലാം ഉൾപ്പെടുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? എല്ലാ ഗ്രൂപ്പിലെ എല്ലാ ആക്ടിവിറ്റീസിലും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ മെഷീൻസ്, മെറ്റീരിയൽസ്, ടൂൾസ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുക. അതുപോലെ വർക്കേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ
ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് പല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ നേച്ചറിനകത്ത് ഉൾപ്പെടുന്നത് മാനേജ്മെൻറ്റ് ഒരു സയൻസായിട്ട് പറയാം, ആർട്ടായിട്ട് പറയാം, അതുപോലെ തന്നെ ഒരു പ്രൊഫഷനായിട്ടും പറയാം. പല പ്രാവശ്യം ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയാൻ കാരണം എന്താണ്, മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താ, സയൻസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, സയൻസിനകത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ സയൻസിന് കുറേയധികം എക്സ്പീരിയൻസും പല രീതിയിലുള്ള പ്രാക്ടിക്കലബിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് സയൻസിലെ ഓരോ കാര്യങ്ങളും നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനകത്തും ഒരുപാട് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാൻ കാരണം. എനി സബ്ജക്റ്റ് വിച്ച് ഈസ് സയൻറ്റിഫിക്കലി ഡെവലപ്ഡ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ഈസ് എ സയൻസ്. അപ്പോൾ സയൻസ് എന്ന് പറയാൻ കാരണം എന്താ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സയൻസ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് നമുക്കൊരു സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താ, അതിനകത്ത് കുറേയധികം നോളഡ്ജുകളുണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ സയൻസിൽ കുറേയധികം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഒബ്സർവേഷൻസും എക്സ്പെരിമെൻറ്റുകളെല്ലാം നടത്തിയതിന് ശേഷമാണ് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. കാൽക്കുലേഷൻസും ഒബ്സർവേഷൻസും എല്ലാം സയൻസിനകത്തുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനകത്തും സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും ഒബ്സർവേഷൻസും കാൽക്കുലേഷൻസും എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ മാനേജ്മെൻറ്റ് നമുക്കൊരു സയൻസ് എന്ന് പറയാം. അടുത്തത് മാനേജ്മെൻറ്റ് ഒരു ആർട്ടായിട്ട്, മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ്, ആർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ആർട്ട് റെഫേഴ്സ് ടു ദി വേ ഓഫ് ഡൂയിങ് സ്പെസിഫിക് തിങ്സ്. അതായത് നമ്മൾക്കൊരു കാര്യങ്ങളിൽ ഒരു കഴിവുണ്ടായിരിക്കണം. ആർട്ടെന്ന് പറഞ്ഞാൽ കലയാണ്, അതായത് നമ്മളത് ആസ്വദിച്ച് നമ്മുടേതായിട്ടുള്ള താല്പര്യപ്രകാരം ചെയ്യുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ആൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ബി അച്ചീവ്ഡ്. ഇറ്റ് ഈസ് ദ നോ ഹൗ ടു അക്കംപ്ലിഷ് എ ഡിസൈഡ് കോൺക്രീറ്റ് റിസൾട്ട്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, ഒരു ആർട്ടാണ്. കാരണം എന്താ, ഒരു ആർട്ട് പോലെ തന്നെ മാനേജ്മെൻറ്റിന് എന്തെല്ലാം ഒരു നല്ല രീതിയിലുള്ളൊരു സ്കില്ല്, അല്ലെങ്കിൽ അത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലുണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ പ്രാക്ടിക്കൽ ലൈക്ക് ആൻ ആർട്ട്. പ്രാക്ടിക്കൽ തന്നെയാണ് മാനേജ്മെൻറ്റും. കാരണം എന്താ, ബിക്കോസ് ഇറ്റ് എയിംസ് അറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് കോൺക്രീറ്റ് റിസൾട്ട്. നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റും പ്രവർത്തിക്കുന്നത്. ആർട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ നമുക്ക് ഒരു ആർട്ടാണെന്ന് പറയാം. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, the work of an art is highly personalized. The management is also personalized because every manager has his own approach to solving problems. ഓരോ വ്യക്തികളുടെയും ആവശ്യം എന്ന് വെച്ചാൽ ഓരോ ആളുകൾക്കും എന്തുണ്ടായിരിക്കും, ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എയിം ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടും എന്താണ്, പേഴ്സണലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പേഴ്സണലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാനേജ്മെൻറ്റിനെ ഒരു ആർട്ടാണെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്ന്. കാരണം എന്താ, ഒരു പ്രൊഫഷനകത്ത് എങ്ങനെയായിരിക്കണം, ഒരു പ്രൊഫഷനകത്ത് ആളുകൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോളജ്, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം, സ്കില്ല്, ട്രെയിനിങ് ഇതെല്ലാം ആവശ്യമാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനകത്തും നല്ല രീതിയിലുള്ള സ്കില്ല് വേണം, നല്ല രീതിയിലുള്ള നോളജ്, ട്രെയിനിങ് ഇതെല്ലാം അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള നോളജ് വേണം. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റിനകത്തും അതേ നോളജ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റിനെ ഒരു പ്രൊഫഷനാണെന്ന് പറയാൻ കാരണം. അതായത് ഏതൊരു പ്രൊഫഷനിലും എക്സ്പേർട്ട് നോളജ് വേണം. ആ ഒരു നോളജ് മാനേജ്മെൻറ്റിനകത്തും അത്യാവശ്യമാണ്. അതുകൊണ്ടൊക്കെ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനായിട്ടും നമുക്ക് പറയാം. അതുപോലെ മറ്റൊരു പോയിന്റ് പറയുന്നത്, എവറി പ്രൊഫഷൻ ഹാസ് സർട്ടൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. പ്രൊഫഷന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെയൊക്കെയാണ്, സൊസൈറ്റിയോട്, ഓണേഴ്സിനോട്, ക്രെഡിറ്റേഴ്സിനോട്, കസ്റ്റമേഴ്സിനോട്, എംപ്ലോയീസിനോടൊക്കെ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോടും മാനേജ്മെൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്
മാനേജ്മെൻറ്റിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ 2 സയൻറ്റിസ്റ്റാണ് ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹെൻറി ഫയോളിനെ തന്നെയാണ് നമ്മൾ മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് പറയുന്നത്. ഹെൻറി ഫയോൾ തന്നിരിക്കുന്ന ഒരു 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് വർക്ക് പല ആളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, വർക്ക് പല ആളുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഓരോ ആളുകളുടെയും സ്കില്ലും ക്വാളിഫിക്കേഷനും എബിലിറ്റിയും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള വർക്ക് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് സ്കില്ലൊക്കെ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് ഡിവിഷൻ ഓഫ് ലേബർ മനസ്സിലായല്ലോ. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ അതോറിറ്റി എന്താ, ഒരു അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്, അതായത് ഒരു കാര്യം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനുള്ള കഴിവ്, അതിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പവർ ടു എക്സ്ട്രാക്ട് ഒബീഡിയൻസ്, അവർക്ക് അത്യാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുക, ആ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, അതിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദി അസൈൻഡ് ടാസ്ക്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, അതിനാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കുന്നതിനുള്ള ആ ഒരു പവറിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ആ കൊടുക്കുന്ന അതോറിറ്റി അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്ത് തീർക്കുന്നതിനാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? It means the willingness on the part of employee to obey the rules and procedures of the organization. ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസും പ്രൊസീജിയേഴ്സും ചെയ്യുന്നതിനുള്ള ആളുകളുടെ ആ വില്ലിങ്നെസ്, അവരുടെ താല്പര്യം, അതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ആ വർക്കിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസിപ്ലിനും അതുവഴി ഉണ്ടായിത്തീരും. അടുത്ത് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈച്ച് വർക്കർ ഷാൾ ഹാവ് ഓൺലി വൺ സൂപ്പർവൈസർ. ഓരോ ആളുകൾക്കും സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, ഒറ്റ ഒരാൾ മാത്രമാണ് സൂപ്പർവൈസറായിട്ട് കാണുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോഴോ ആ വർക്കർക്ക് ഓർഡർ സ്വീകരിക്കുന്നത് ആ ഒരു സൂപ്പർവൈസറിൽ നിന്ന് മാത്രമായിരിക്കും. അല്ലാതെ പല ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. ആ സൂപ്പർവൈസറെ മാത്രം അയാൾ അനുസരിച്ചാൽ മതി. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ്. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അതായത് ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. അതായത് ഓൺലി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ്. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന കുറേ അധികം ആളുകൾ ഉണ്ടായിരിക്കും. ആ ആളുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒറ്റ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അതിനാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡയറക്ഷൻ നിർദ്ദേശം കൊടുക്കുന്നതിലുള്ള യൂണിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നത് ഒരു കാര്യം കൂടെ പറയാം. ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ ഒരൊറ്റ സിംഗിൾ അതോറിറ്റിയുടെ കൺട്രോളിലായിരിക്കും എല്ലാവരും പ്രവർത്തിക്കുന്നത്. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദി ജനറൽ ഇൻട്രസ്റ്റ്. അതായത് സബോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൊതുവായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. സബോർഡിനേറ്റ്സ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്തായിരിക്കണം? ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് ആ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഓരോ ആളുകളുടെയും പ്രവർത്തനം. അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് റെമ്യൂണറേഷൻ. അതായത് എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈ ആണെങ്കിൽ അവർ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിനോടൊപ്പം നിൽക്കും. മാനേജ്മെൻറ്റിൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ എംപ്ലോയീസും നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതിനാണ് റെമ്യൂണറേഷൻ എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അടുത്തത് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മാനേജ്മെൻറ്റ് സെൻട്രലൈസ്ഡ് ആകാം, ഡീസെൻട്രലൈസ്ഡ് ആകാം. അതോറിറ്റി ഒറ്റ ഒരു മാനേജ്മെൻറ്റിൽ മാത്രമാണെങ്കിൽ അതിന് നമുക്ക് സെൻട്രലൈസേഷൻ എന്ന് പറയാം. അതേസമയത്ത് അതോറിറ്റി പല ആളുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസേഷൻ ആകാം,
ഡീസെൻട്രലൈസേഷൻ ആകാം. ഒറ്റ ഒരു അതോറിറ്റി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത മെയിൻ പോയിൻ്റാണ്, ഇത് ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാറുണ്ട്, സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റിയാണ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്നും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെയിനകത്ത് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ കൺസേൺ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ടോപ്പ് മാനേജേഴ്സിൽ നിന്ന് അത് അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഏറ്റവും താഴെക്കിടയിലുള്ള വ്യക്തിയിലേക്ക് വരെ ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ടോപ്പ് ടു ബോട്ടമാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് മെന്നെ റൈറ്റ് പ്ലേസിലേക്ക് റൈറ്റ് ജോബിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഓരോ ആളുകളുടെയും സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും വ്യത്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ജോലികൾ അവരെ ഏൽപ്പിക്കുന്നു. അതിനാണ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ എംപ്ലോയീസിനെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഫെയർ ഇൻ ഇറ്റ്സ് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ്. എംപ്ലോയീസിനെ എല്ലാവരെയും നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നു, എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കുന്നു. അടുത്ത് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. അതായത് ഓരോ ആളുകളെയും നമ്മൾ ഒരാളെ ജോയിൻ ചെയ്തു, ഒരു എംപ്ലോയീസിനെ വെച്ചു, അതിനുശേഷം അവരുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം അവർക്ക് ആ റിട്ടയർമെൻറ്റിൻ്റെ സമയമായി കഴിയുമ്പോൾ അവർ പോയി, അടുത്ത ആളുകൾ വന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ജോലി നല്ല രീതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ടെനർ റെപ്രസെൻറ്റ്സ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൺ വിച്ച് എ വർക്കർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ ദ കൺസേൺ. It is the duty of management to create a feeling of security in the minds of workers. ഓരോ ആളുകളെയും ജോലിക്ക് നമ്മൾ നിർത്തിയതിന് ശേഷം അവരുടെ മനസ്സിൽ നല്ലൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ് ഇനീഷ്യേറ്റീവാണ്. Initiative means the ability to formulate original plans and execute them with a free mind and intellect. Management must encourage the workers to exercise their initiative and intelligence. അതായത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് തന്നെ അതിനുള്ള ഇനീഷ്യേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഫ്രീ മൈൻഡോടുകൂടി ആളുകൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. അടുത്ത പോയിൻ്റാണ് എസ്പ്രിറ്റ് ഡി കോപ്സ്. അതും പരീക്ഷയ്ക്ക് ഷോർട്ട് നോട്ടായിട്ട് കണ്ടിട്ടുണ്ട്. എസ്പ്രിറ്റ് ഡി കോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അതായത് നല്ലൊരു ടീം സ്പിരിറ്റ് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുക, വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് എസ്പ്രിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 14 പ്രിൻസിപ്പിൾസും നല്ല രീതിയിൽ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ചെറിയ രീതിയിൽ അതൊന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അതായത് എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്ററുകൾ കോർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പൊട്സ്കോർബ് എന്ന് പറയാം. പൊട്സ്കോർബ്, അതിനാണ് ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്സ്കോർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതിനെ ഓരോന്നിനെയും ചേർത്തിട്ടാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഓരോന്നും ഓരോ ചാപ്റ്ററുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, എന്നാലും ഇതിനകത്ത് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ ചെയ്യണം, എങ്ങനെ, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെമ്പേഴ്സ് തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക. അതെന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്ഥാപനത്തിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ കൊണ്ടുവരിക. അതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്.
സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് മെമ്പേഴ്സിനെ റൈറ്റ് പൊസിഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാലോ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അതിനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഒന്നിച്ചു കൊണ്ടുവരിക, അതിനാണ് കോർഡിനേറ്റിംഗ്. ഇനി അടുത്തത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോൾ, എയിം, അതിനൊക്കെ വേണ്ടിയിട്ട് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആളുകളെ ഇൻസ്പയർ ചെയ്യുക, അതാണ് മോട്ടിവേഷൻ. അടുത്തത് കൺട്രോൾ. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയുമാണ് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഹെൻറി ഫയോളിൻ്റെയും അതുപോലെ തന്നെ FW ടൈലറിൻ്റെയും പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെൻറി ഫയോളിൻ്റെയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് സയൻറ്റിഫിക് മാനേജറിൻ്റെ ഫാദർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് FW ടൈലറിനെ. അപ്പോൾ ടൈലർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2 സെക്ഷനായിട്ട്. ഫസ്റ്റ് പറയുന്നത് എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അതിനകത്ത് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് സ്റ്റഡി ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടൂൾ ആൻഡ് എക്യുപ്മെൻറ്റ്, സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്, ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ, ഇൻട്രഡക്ഷൻ ടു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മെൻ്റൽ റവല്യൂഷൻ. ഇത്രയുമാണ് നമുക്ക് എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനകത്ത് പറയുന്നത്. ഇതിനകത്ത് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് സെറ്റിംഗ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ആവറേജ് വർക്കർക്ക് ഒരു വർക്കിംഗ് ഡേയിൽ എത്രമാത്രം ജോലി ഒരു ആവറേജ് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയാണ് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്താ, ഒരു മനുഷ്യന് ഒരു ദിവസം എത്രമാത്രം ജോലി പരമാവധി ചെയ്യാനായിട്ട് സാധിക്കും, അതിനനുസരിച്ച് അവർക്ക് അവരുടെ ജോലി നിജപ്പെടുത്തി കൊടുക്കുക, അതിനാണ് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത വർക്ക് സ്റ്റഡി. ഓരോരുത്തർ പെർഫോം ചെയ്യുന്ന വർക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്റ്റഡി നടത്തുക. അതായത് അവരുടെ വർക്കിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് അവരെ അനലൈസ് ചെയ്ത് സ്റ്റഡി നടത്തുക. ചിലർ എന്ത് ചെയ്യുന്നു, നമുക്ക് അവരുടെ ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാതെ അവരുടെ ജോലി സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വേണ്ടും വേണ്ടായികെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. ചിലർ ശമ്പളം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ പല രീതിയിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക, അതിനാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡിക്ക് പല രീതിയിലുള്ള ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് മെത്തേഡ് സ്റ്റഡിയാണ്. മെത്തേഡ് സ്റ്റഡിക്കകത്ത് പറയുന്നത് ടു നോ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് പർട്ടിക്കുലർ ജോബ്. ഒരു ജോലി ചെയ്യുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇറ്റ് ബ്രിങ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ഇൻസ്പെക്ഷൻ ആൻഡ് സ്റ്റോറിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ്. അപ്പോൾ നല്ല രീതിയിൽ അവരുടെ ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടിങ്ങും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഈ മെത്തേഡ് സ്റ്റഡി സഹായിക്കുന്നു. അതായത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണോ, ഒരു ജോലി ചെയ്യുന്നതിന് പല മെത്തേഡുകൾ ഉണ്ടായിരിക്കും, അതിനകത്ത് ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, അതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡിക്കകത്ത് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ മെഷീൻ ഓർ മെഷീൻ ഓപ്പറേറ്റർ. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എലിമിനേറ്റ് യൂസ്ലെസ് മോഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. മോഷൻ സ്റ്റഡിക്കകത്ത് പറയുന്നത് ഒരു മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റർ എത്രമാത്രം സമയം എടുത്താണ് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ആവശ്യമില്ലാതെ ഉള്ള അവരുടെ മോഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ടൈം സ്റ്റഡി. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിംഗ് ദ ടൈം റിക്വയർഡ് ടു ഡു ആൻ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു ഡു എ പർട്ടിക്കുലർ ജോബ്. ടൈം സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം സമയം എടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അവരെത്രമാത്രം സമയം അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അറിയാം. കുറച്ച് സമയം മാത്രമാണ് എടുത്തിട്ടുള്ളെങ്കിൽ അതെന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഫാറ്റീഗ് സ്റ്റഡി.
It is the study relating to physical or mental fatigue among the workers caused by long working hours without rest. കുറേയധികം സമയം ജോലി ചെയ്യുന്നു റെസ്റ്റ് ഇല്ലാതെ. അപ്പോൾ അത് എത്രമാത്രം സമയമാണ് അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയം ജോലി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എത്ര സമയം അവർക്കൊരു റെസ്റ്റ് കൊടുക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഫാറ്റിഗ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു മെയിൻറ്റെയിൻ ദി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫാറ്റിഗ് സ്റ്റഡി. ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിഗ് സ്റ്റഡി എന്ന് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ വർക്ക് സ്റ്റഡിക്ക് കീഴിൽ വരുന്നതാണ്. അതായത് വർക്ക് എങ്ങനെ സ്റ്റഡി ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിഗ് സ്റ്റഡി. അടുത്തത് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ. ടൈലർ പറഞ്ഞിരിക്കുന്നത് എന്താ, ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ വർക്ക്, അതായത് ഏറ്റവും നല്ല കാര്യം തിരഞ്ഞെടുക്കുക, വർക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ള. അപ്പോൾ പ്രോപ്പർ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആർ എസെൻഷ്യൽ. നമ്മുടെ സ്പീഡായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് നല്ല ടൂൾസും എക്യുപ്മെൻറ്റ്സും അത്യാവശ്യമാണ്. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ. ഈ പ്ലാൻ അനുസരിച്ച് there are two piece work rates. One is lower and the other is higher. If a worker finishes work within a standard time or produces more than standard output within the standard time, he will be given higher piece rate. On the other hand, if the worker is below the standard, he shall pay given lower പീസ് റേറ്റ്. അതായത് ഡിഫറൻഷ്യൽ വേജ് പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വേജ് പ്ലാനാണ്, വർക്ക് പ്ലാനാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോവർ റേറ്റും മറ്റൊന്ന് ഹയർ റേറ്റും. അതായത് ഒരു വർക്കർ അയാളുടെ ജോലി നിശ്ചിത സമയത്തിനുള്ളിൽ തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ എമൗണ്ട് സാലറി ആയിട്ട് കൊടുക്കുന്നു. ഇനി അയാൾ അതിൻ്റെ ജോലി നിശ്ചിത സമയത്തിനുള്ളിൽ തീർത്തിട്ടില്ല എങ്കിൽ അയാൾക്ക് ലോ ആയിട്ടുള്ള വേജും കൊടുക്കുന്നു. അതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ എന്ന് പറഞ്ഞത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ കൂടുതൽ ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഹയർ റേറ്റും, ആ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ അയാളുടെ ജോലി ചെയ്ത് തീർക്കാതെ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ അയാൾക്ക് കുറഞ്ഞ റേറ്റും കൊടുക്കുന്നു. അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഇൻട്രൊഡക്ഷൻ ടു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇപ്പോൾ ടൈലർ പറഞ്ഞിരിക്കുന്നത് 2 functions ആണ് പ്ലാനിങ്ങിൻ്റെ. 2 functions of planning and doing should be separated. The planning section should be concentrated on planning the task and issue instruction to the workers for implementing the. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പ്ലാനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ആ ടാസ്ക് കുറേയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മറ്റൊന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വർക്കേഴ്സിന് കൊടുക്കുന്നു, ആ ജോലി ചെയ്ത് തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കുന്നു. അടുത്തത് പറയുന്നത് മെൻ്റൽ റവല്യൂഷൻ. ടൈലർ stood for creating a change in the mental attitude of workers and management towards each other. ഇപ്പം മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ വർക്കേഴ്സിനും നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് മെൻ്റൽ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുന്നു മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ. അടുത്ത പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, FW ടൈലറിൻ്റെ 2 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു മെയിനായിട്ടും. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റും, മറ്റൊന്ന് ഇനി പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റും. എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്, വർക്ക് സ്റ്റഡി,
സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്, ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ, ഇൻട്രഡക്ഷൻ ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മെൻ്റൽ റവല്യൂഷൻ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് തമ്പ്. ടൈലർ പറഞ്ഞിരിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സയൻറ്റിഫിക് അപ്രോച്ച് ബ്രിങ് പ്രിസിഷൻ, എവരി വർക്ക് ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ് ബിഫോർ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്. എല്ലാ ജോലികളും ആ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ആ ജോലി നമ്മൾ ചെയ്യാവുള്ളൂ. അതിനാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. ഓരോ ആളുകളെയും വർക്കേഴ്സിനെ സയൻറ്റിഫിക്കായിട്ട് സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ഓരോ ആളുകളുടെയും പ്രവർത്തനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സെലക്ഷനും സയൻറ്റിഫിക് ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എല്ലാം അതോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത് പറയുന്നത് കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റും ലേബേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ, നല്ല രീതിയിലുള്ള ഒരു ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ഐക്യം ഉണ്ടാക്കിയെടുക്കുക. അടുത്ത് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട്. വർക്കേഴ്സിനെ കൊണ്ട് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് അടുത്ത പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നത് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും തുല്യമായി അവരുടെ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓരോ വർക്കേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്തു തീർക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്ത് വരുന്ന പോർഷൻസ്. അപ്പോൾ നമുക്കിനി ഉടനെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.